ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ അദ്വൈത്. പ്രധാന വാർത്തകൾ. ED റെയ്ഡിൽ സന്തോഷിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. പരിശോധനയിൽ എന്ത് രേഖകൾ കണ്ടെടുക്കാൻ കഴിഞ്ഞെന്നും TP രാമകൃഷ്ണൻ. കോട്ടയം കാണാക്കാരിയിൽ 3 പേർക്ക് ഇടിമിന്നലേറ്റു. മിന്നലേറ്റത് കണിയാംകുന്നേൽ ബിനോയിയുടെ വീടിനും കുടുംബാംഗങ്ങൾക്കും. വീട്ടിലെ മുഴുവൻ സാധനങ്ങളും തകർന്നു. ഓണത്തിന് ഒരു കൂട പച്ചക്കറി പദ്ധതിക്ക് എലിക്കുളം പഞ്ചായത്തിൽ തുടക്കം. വിത്തിയിടൽ ഉത്സവം നടന്നു. പുതുപ്പള്ളി തലപ്പാടിയിൽ കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. ഡ്രൈവർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുകളിലെ ED റെയ്ഡിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് രാഹുൽ ഗാന്ധി ആയിരിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ലാവ്ലിൻ കേസിൽ പിണറായിയെ പ്രതിസ്ഥാനത്ത് നിർത്തി അന്വേഷണം നടത്തിയെങ്കിലും എന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം നടന്ന ED പരിശോധനയിൽ എന്ത് രേഖയാണ് കണ്ടെടുത്തതെന്നും TP രാമകൃഷ്ണൻ കോട്ടയത്ത് ചോദിച്ചു. ചിലപ്പോൾ ഇന്നലെ ED ഈ പരിശോധന നടത്തിയപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരാൾ ചിലപ്പോൾ രാഹുൽ ഗാന്ധിയായിരിക്കും. ആ രാഷ്ട്രീയത്തെ ഈ നാട് തുറന്നു കാണുക തന്നെ ചെയ്യും. അത് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. 7 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി എന്നാണ് വാർത്ത. എന്താ കണ്ടെടുത്തത്? ഇങ്ങനെ മണിക്കൂറുകളോളം പരിശോധന നടത്തിയല്ലോ. എന്ത് രേഖയാണ് കണ്ടെടുത്തത്? അതിനെക്കുറിച്ച് കേരളത്തിലെ ഭരണാധികാരികൾക്കൊന്നും ഒരു അഭിപ്രായം പറയാനില്ലേ? കോട്ടയം കാണാക്കാരിയിൽ ഇന്നലെ മഴയ്ക്കൊപ്പം എത്തിയ ഇടിമിന്നലിൽ 3 പേർക്ക് മിന്നലേറ്റു. കണിയാംകുന്നേൽ ബിനോയിയുടെ വീടിനും കുടുംബാംഗങ്ങൾക്കുമാണ് മിന്നലേറ്റത്. ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം. കാണക്കാരി പഞ്ചായത്ത് 17-ാം വാർഡിൽ കണിയാംകുന്നേൽ ബിനോയിയുടെ വീടിനാണ് ഇടിമിന്നലേറ്റത്. വീട്ടിലെ വയറിംഗ് സാമഗ്രികൾ കത്തി നശിച്ചു. ഇന്നലെ ഉച്ച കഴിഞ്ഞായിരുന്നു സംഭവം. ബിനോയി, ഭാര്യ ജെസി, മകൻ യോഹാൻ, മാതാവ് മേരി ജോൺ എന്നിവർ വീടിനുള്ളിൽ ഈ സമയം ഉണ്ടായിരുന്നു. ഈ ഉച്ചയ്ക്ക് ശാന്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരുന്നപ്പം ഈ ഇടിമിന്നൽ സാധ്യതകളൊന്നുമില്ലായിരുന്നു. ഓർക്കാപ്പുറത്തൊരു ഇടിമിന്നലുണ്ടായാണ് ഈ നാശനഷ്ടങ്ങൾ മുഴുവൻ ഉണ്ടായത്. അകത്തുണ്ടായിരുന്നു, എല്ലാവരും അകത്തായിരുന്നു. അമ്മ മാത്രം ബാത്റൂമിൽ കുളിക്കായിരുന്നു. അമ്മയ്ക്കിട്ട് ഷോക്ക് തട്ടി. അകത്തുണ്ടായിരുന്ന ഭാര്യയ്ക്കും കൊച്ചിനിട്ടും ചെറിയതായ ഷോക്കുണ്ടായി. ഏത് ഭാഗത്ത് മിന്നടിച്ചത് ആ ഫ്രണ്ടിൽ കാണുന്ന ആ ജനലിൽ, പിന്നെ പുറകുവശത്ത് കാണുന്ന അടുക്കളയുടെ അനുബന്ധ പ്രദേശത്തുമാണ്. അങ്ങനെ 3 മുറി, ഊണുമുറിയും അടുക്കളയും പിന്നെ ഈ മുറിയിലും, ഈ ബെഡ്റൂമിലുമാണ് ഇടിമിന്നലുണ്ടായത്. ഇടിമിന്നലേറ്റ് മുൻവശത്തെ ജനലിന്റെ ചില്ല് തകർന്നു. മെയിൻ സ്വിച്ച് ബോർഡുകൾ, ബൾബ് ഉൾപ്പെടെയുള്ളവ നശിച്ചു. ജെസി, ജോയൽ, മേരി എന്നിവർക്ക് ഇടിമിന്നലേറ്റു. വാർഡ് മെമ്പർ ജോബി ജോസഫ് സംഭവ സ്ഥലത്തെത്തി. സമീപത്തുള്ള വീട്ടിലും നാശനഷ്ടം ഉണ്ടായതായി പറയപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓണത്തിന് ഒരു കൂട പച്ചക്കറി പദ്ധതിയുമായി എലിക്കുളം പഞ്ചായത്ത്. വിത്തിയിടൽ ഉത്സവം നാടിന്റെ തന്നെ ഉത്സവമായി. ഓണക്കാലത്ത് വിഷരഹിത നാടൻ പച്ചക്കറി എന്ന ലക്ഷ്യം മുൻനിർത്തി എലിക്കുളം ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന ഓണത്തിന് ഒരു കൂട പച്ചക്കറി പദ്ധതിക്ക് തുടക്കമായി. വിത്തിയിടൽ ഉത്സവം മല്ലികശ്ശേരി കരിമുണ്ടയിൽ KK വാസുവിന്റെ കൃഷിയിടത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യമുന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ജിമ്മി ജോസ് കുഴിപ്പാല തറപ്പേൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് മാത്യൂസ് പെരുമനങ്ങാട് മുഖ്യപ്രഭാഷണവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ AJ അലക്സ് റോയ് പദ്ധതി വിശദീകരണവും നടത്തി. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പ്രജീഷ് ചെറുവള്ളി, കുരുവിക്കൂട് നാട്ടുചന്ത സെക്രട്ടറി വിൽസൺ മാത്യു പാമ്പൂരിക്കൽ, കാപ്പുകയം പാടശേഖര സമിതി പ്രസിഡന്റ് ഔസേപ്പച്ചൻ ഞാറക്കൽ, KV മനോജ് കരിമുണ്ടയിൽ, PS പ്രശാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പുതുപ്പള്ളി തലപ്പാടിയിൽ കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. പുതുപ്പള്ളിക്ക് സമീപം തലപ്പാടിയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം. ചെങ്ങന്നൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചത്. ഡ്രൈവർ ഉൾപ്പെടെ 3 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഡ്രൈവർക്ക് പരിക്കേറ്റു. പോസ്റ്റ് ഒടിഞ്ഞതോടെ പ്രദേശത്തെ വൈദ്യുതിയും നിലച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ നടന്ന ED റെയ്ഡിൽ പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. പാലായിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ ED റെയ്ഡ് നടത്തിയ സംഭവത്തിൽ LDF പ്രതിഷേധം നടന്നു. വിവിധ കേന്ദ്രങ്ങളിൽ LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ED റെയ്ഡിനെതിരെ പാലായിൽ LDFന്റെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടന്നു. ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. EDക്കും സർക്കാരിനുമെതിരെയുള്ള മുദ്രാവാക്യങ്ങളുമായാണ് പ്രകടനം നടന്നത്. ലാലം ജംഗ്ഷനിൽ പ്രകടനം സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാലച്ചൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷങ്ങളിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്
അതുവഴി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും തകർക്കാൻ കഴിയുമോ എന്നുള്ള ഗൂഢമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സതീശനും നരേന്ദ്രമോദിയുമായി 2 ദിവസം മുമ്പ് 40 മിനിറ്റ് സംസാരിച്ച് ഇവിടെ ഇഡിക്കും സർവ തെമ്മാടിമാർക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ വീടുകളിലേക്ക് നിരങ്ങാൻ കഴിയുമെന്ന് കാണിക്കുന്ന തരത്തിലാണ് ഇഡിയുടെ പ്രവർത്തനം ആരൂപത്തിൽ ആരംഭിച്ചത്. CPI നേതാവ് ബാബു കെ ജോർജ് അധ്യക്ഷനായിരുന്നു. LDF നേതാക്കളായ സജേഷ് ശശി, PK ശാശ്കുമാർ, രമേഷ് ബാബു, ബെന്നി മൈലാടൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. കാഞ്ഞിരപ്പള്ളി ഓക്സിജനിൽ ഗ്രാൻഡ് സെയിൽ നാളെയും മറ്റന്നാളുമായി നടക്കും. ഓപ്പണിംഗ് ഓഫറുകൾ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഗ്രാൻഡ് സെയിൽ നടക്കുന്നത്. ഓക്സിജന്റെ കാഞ്ഞിരപ്പള്ളി ഷോറൂമിൽ മെയ് 30, 31 തീയതികളിൽ 48 മണിക്കൂർ ഗ്രാൻഡ് സെയിൽ നടക്കും. ഈ മാസം 16-നാണ് നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നടന്നത്. ഉദ്ഘാടന ഓഫറുകളുടെ ഭാഗമായി ഗാഡ്ജറ്റുകൾക്കും മുൻനിര ബ്രാൻഡുകളുടെ ഗൃഹോപകരണങ്ങൾക്കും വലിയ വിലക്കുറവാണ് ഈ 2 ദിവസം ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. സ്മാർട്ട് ഫോണുകൾക്ക് 11,999 രൂപ വരെയുള്ള ആകർഷകമായ സമ്മാനങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. ലാപ്ടോപ്പ് വാങ്ങുന്നവർക്ക് 4,500 രൂപയുടെ എലൈറ്റ് ലാപ്ടോപ്പ് സൗജന്യമായി ലഭിക്കും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും തങ്ങളുടെ ID കാർഡുകളുമായി എത്തിയാൽ പ്രത്യേക ഡിസ്കൗണ്ടും നൽകും. കൂടാതെ ലാപ്ടോപ്പുകൾക്ക് മിനിമം 2,000 രൂപയുടെ എക്സ്ചേഞ്ച് ഓഫറും നൽകുന്നുണ്ട്. ഓപ്പണിംഗ് ഓഫർ എല്ലാവരിലും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ഷോറൂം മാനേജർ ജിബിൻ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി ഓക്സിജനിൽ 48 മണിക്കൂർ മിഡ് നൈറ്റ് സെയിൽ നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ശനി ഞായർ 2 ദിവസമാണ് നമ്മൾ മിഡ് നൈറ്റ് സെയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓപ്പണിങ്ങിൻ്റെ ഓഫറുകൾ എല്ലാ കസ്റ്റമറുകൾക്കും എത്തിക്കാൻ വേണ്ടിയുള്ള ഇതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഗ്രാൻഡ് സെയിലുമായി ബന്ധപ്പെട്ട് 30-31 നമ്മുടെ ഓഫറുകൾ ചെയ്യുകയാണ്. മിഡ് നൈറ്റ് സെയിൽ നമ്മൾ അതിനോട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും കാഞ്ഞിരപ്പള്ളി ഓക്സിജനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉപഭോക്താക്കൾക്കായി EMI ആനുകൂല്യവും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ പ്രതിദിന തവണ വ്യവസ്ഥയിൽ ഗാഡ്ജറ്റുകളും ഗൃഹോപകരണങ്ങളും വാങ്ങാനും ഓക്സിജനിൽ സൗകര്യമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. തിരുവഞ്ചൂർ നാടകാസ്വാദക സമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരുവഞ്ചൂർ തിയേറ്റേഴ്സിന്റെ ബോധവൽക്കരണ നാടകം പോരാട്ടം മെയ് 30 ശനിയാഴ്ച കോട്ടയം KPS മേനോൻ ഹാളിൽ അവതരിപ്പിക്കുന്നു. വൈകുന്നേരം 6 മണിക്കാണ് നാടകാവതരണം. കലയിലൂടെ സാമൂഹ്യ മാറ്റം ലക്ഷ്യമിടുന്ന സമൂഹത്തിന്റെ മനസാക്ഷിയെ ഉണർത്തുന്ന ശബ്ദ സന്ദേശമാണ് പോരാട്ടം എന്ന് ഡയറക്ടർ പത്മനാഭൻ, രചയിതാവ് അനിൽകുമാർ VG, അഭിനേതാവ് ജോസ് കാടായിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നാളെ ശനിയാഴ്ച വൈകുന്നേരം 6:30 ഈ നാടകം ഒരിക്കൽ കൂടി കോട്ടയം KPS മേനോൻ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുകയാണ്. ഈ നാടകം കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ക്ഷണിക്കുക എന്നുള്ളതാണ് ഈ ഒരു ബ്രീഫിങ്ങിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നാടക സമിതിയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ സമിതിയുടെ അംഗമായിരിക്കുകയും ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുകയും ചെയ്ത ശ്രീ ഷാജി ബേഗർത്ത് എന്ന പ്രശസ്തനായ സാഹിത്യകാരൻ, അദ്ദേഹത്തെയാണ് ആദ്യം ഈ നാടകം എഴുതിക്കണം എന്ന് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അകാലത്തിൽ അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അദ്ദേഹത്തിന്റെ ഒരു സ്മരണ കൂടി പുതുക്കിക്കൊണ്ട് ഒരു ചടങ്ങ് കൂടി നമ്മൾ ഇതിനോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട്. 6:30 നാടകം ആരംഭിക്കും. അതിന് തൊട്ടു മുമ്പായി ഒരു അനുസ്മരണ പ്രഭാഷണം കൂടി അവിടെ ഉണ്ടാവും. പാലാ കടപ്പാട്ടൂർ ബൈപ്പാസ് റോഡിന്റെ ഇരുവശങ്ങളിലും മാലിന്യം നിറഞ്ഞു കിടക്കുന്നു. പ്രദേശമാകെ ദുർഗന്ധമാണ്. കടപ്പാട്ടൂർ ബൈപ്പാസ് റോഡിൽ കാട് കയറി മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നത് ജനങ്ങൾക്ക് ദുരിതമാകുന്നു. ബൈപ്പാസിന്റെ ഇരുവശങ്ങളിൽ കാട് കയറി കിടക്കുന്നത് വാഹനയാത്രക്കാരെയും വിഷമിപ്പിക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും തള്ളുന്നതിനാൽ ദുർഗന്ധവും ആരോഗ്യഭീഷണിയും വർദ്ധിച്ചിരിക്കുകയാണ്. ഇവിടെ മാസങ്ങളായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. മഴക്കാലം ശക്തമാകുന്നതോടെ വെള്ളക്കെട്ടിനും കൊതുക് വ്യാപനത്തിനും സാധ്യത കൂടുതലാണെന്നതും ആശങ്കയ്ക്കിടയാക്കുന്നു. റോഡ് വശങ്ങളിൽ കാടുകൾ പറന്നു നിൽക്കുന്നതിനാൽ വളവുള്ള ഭാഗങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഏറ്റുമാനൂർ, പൂഞ്ഞാർ, മൂവാറ്റുപുഴ, പുനലൂർ സംസ്ഥാന പാതകളെ ബന്ധിപ്പിക്കുന്ന തിരക്കേറിയ റോഡിന്റെ ഭാഗങ്ങളിൽ കാട് കയറി കിടക്കുന്നത് പ്രഭാത സാധാരണ സവാരിക്ക് എത്തുന്നവരെയും ഭീതിയിലാഴ്ത്തുന്നുണ്ട്. എതിരെ വരുന്ന വാഹനങ്ങളുടെയും കാൽനട യാത്രക്കാരുടെയും കാഴ്ച മറയ്ക്കുന്ന വിധത്തിലാണ് കാട് വളർന്നു കിടക്കുന്നത്. വഴിയോരങ്ങളിലും റോഡ് വശം സ്ഥാപിച്ചിരിക്കുന്ന മിനി MCFന് സമീപം ചാക്കൽ കെട്ടി മാലിന്യങ്ങൾ തള്ളിയിരിക്കുകയാണ്. ബോട്ടിൽ ബോക്സുകളിലും മാലിന്യങ്ങൾ കൂടുകൾ കെട്ടി തള്ളിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ റോഡ് വശങ്ങളിൽ കക്കൂസ് മാലിന്യങ്ങളും തള്ളുന്നതും പതിവായിരിക്കുന്നു. പ്രധാനപ്പെട്ട പാതയായിട്ട് ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നും ആക്ഷേപമായിരുന്നു. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും പ്രദേശത്തിന്റെ ശുചിത്വം നിലനിർത്തുന്നതിലും അടിയന്തരമായി കാടുകൾ വെട്ടിമാറ്റി മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ED റെയ്ഡിൽ സന്തോഷിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. പരിശോധനയിൽ എന്ത് രേഖകൾ കണ്ടെടുക്കാൻ കഴിഞ്ഞെന്നും TP രാമകൃഷ്ണൻ. കോട്ടയം കാണാക്കാരിയിൽ 3 പേർക്ക് ഇടിമിന്നലേറ്റു. മിന്നലേറ്റത് കണിയാംകുന്നേൽ ബിനോയിയുടെ വീടിനും കുടുംബാംഗങ്ങൾക്കും. വീട്ടിലെ മുഴുവൻ സാധനങ്ങളും തകർന്നു. ഓണത്തിന് ഒരു കൂട പച്ചക്കറി പദ്ധതിക്ക് എലിക്കുളം പഞ്ചായത്തിൽ തുടക്കം. വിത്തിടൽ ഉത്സവം നടന്നു.
പുതുപ്പള്ളി തലപ്പാടിയിൽ കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു, ഡ്രൈവർക്ക് പരിക്ക്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.